നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 755th day. Today 35th sloka of Pradhamaskanda 7th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 755 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 7ാമത്തെ അധ്യായത്തിലെ 35ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പ്രദാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 7ാമത്തെ അധ്യായത്തിലെ 35ാമത്തെ ശ്ലോകം. മൈനം പാർത്ഥാർഹസിത്രാതും ബ്രഹ്മബന്ധുമിമം ജഹി യോസാവനാഗസുപ്താനവദീന്യശിബാലകാൻ. ഓം തത്സത്. മൈനം പാർത്ഥാർഹസിത്രാതും ബ്രഹ്മബന്ധുമിമം ജഹി യോസാവനാഗസുപ്താനവദീന്യശിബാലകാൻ. ഓം തത്സത്. പദം പിരിക്കേണ്ടത് മൈനം പാർത്ഥ അർഹസി ത്രാതും ബ്രഹ്മബന്ധു ഇമം ജഹി യ അസൗ യേ ഹസു. ഓം ശ്രീകൃഷ്ണായ നമ. അനാഗസ യ അസി അനാഗസ സുപ്താൻ അവധി നിശി ബാലകാൻ. ഇങ്ങനെയാണ് പദം തിരിക്കേണ്ടത്. അതായത് പാർത്ത ഹേ കുന്തിപുത്ര, അനാഗസ അപരാധം ചെയ്യാത്തവരും, സുപ്താൻ ഉറങ്ങുന്നവരും, ബാലകാൻ കുട്ടികളും, നിശി സുപ്താൻ അവധി നിശി രാത്രി, അവധീത് നിശി എന്നാണ്. സുപ്താൻ അവധി നിശി എന്നുള്ള ഒരു വാക്ക് സുപ്താൻ അവധീത് നിശി രാത്രി. നിശി രാത്രിയിൽ യ അസൗ യോസ എന്നുള്ളത് യ അസൗ യാതൊരുവൻ അവധീത് വധിച്ചു കളഞ്ഞുവോ ഏനം ബ്രഹ്മബന്ധും ഈ ബ്രാഹ്മണാധമനെ ത്രാതും രക്ഷിപ്പാനായിക്കൊണ്ട് മാ അർഹസി പാർത്ഥാർഹസി എന്നുള്ളത് മാ അർഹസി പാർത്ഥ നീ യോഗ്യനല്ല ഇമം ഇവനെ ജഹി വധിച്ചു കളഞ്ഞാളും. ബ്രഹ്മബന്ധു ഇമം ഇങ്ങനെയാണ് ആ പദം പിരിക്കേണ്ടത്. ഇമം ഇവനെ ബ്രാഹ്മണാധമനായിട്ടുള്ള ഇവനെ ജഹി സംഹരിച്ചാലും വധിച്ചു കളഞ്ഞാലും എന്നാണ് ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നത്. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു, കയറുകൊണ്ട് കെട്ടി വലിച്ചു കൊണ്ടുപോകുന്ന അശ്വത്ഥാമാവിനെ കയറുകൊണ്ട് കെട്ടി അർജുനൻ വലിച്ചു കൊണ്ടുപോകുമ്പോൾ ഏറ്റവും കോപിച്ചിട്ട് ശ്രീകൃഷ്ണൻ ഇപ്രകാരം പറഞ്ഞു എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. ശ്രീകൃഷ്ണൻ പറയുന്ന വാക്കുകളാണ് പറയുന്നത്. അല്ലയോ പാർത്ഥ, കുന്തിപുത്ര, അപരാധം ചെയ്യാത്തവരും ഉറങ്ങുന്നവരും കുട്ടികളും ആയിട്ടുള്ളവരെ രാത്രി സമയത്ത് യാതൊരുവൻ വധിച്ചുവോ. അത് ബ്രാഹ്മണനായാൽ പോലും ബ്രാഹ്മണന്മാരെ വധിക്കുന്നത് ഏറ്റവും വലിയ അപരാധമാണ്. ബ്രാഹ്മണന്മാരെ വധിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ബ്രാഹ്മണന്മാരിൽ അധമനായിട്ടുള്ള ഇവനെ രക്ഷിക്കാനായിക്കൊണ്ട്
കയറുകൊണ്ട് കെട്ടുന്നത് കൊല്ലാതിരിക്കാൻ വേണ്ടിയാണ് എന്നുള്ള ചിന്തയോടെയാണ് ഭഗവാൻ പറയുന്നത്. രക്ഷിക്കാനായിക്കൊണ്ട് മാ അർഹസി, നീ യോഗ്യനല്ല. ഇവനെ വധിച്ചു കളഞ്ഞാലും, ജഹി സംഹരിച്ചാലും, ഒരു കുറ്റവും സാധാരണ തന്നെ രാത്രി ഉറങ്ങുന്നവരെ, ആയുധമില്ലാത്തവരെ ഒന്നും വധിക്കാൻ പാടില്ല. അങ്ങനെയുള്ള സ്ഥിതിയിൽ കുഞ്ഞിക്കുട്ടികളായിട്ടുള്ളതും ഒരു അപരാധവും ചെയ്യാത്തവരും രാത്രി കിടന്നുറങ്ങുകയും ചെയ്യുന്ന ഈ കുട്ടികളെ കരുണയില്ലാതെ കൊന്ന ഈ ബ്രാഹ്മണാധമനായിട്ടുള്ള അശ്വത്ഥാമാവിനെ രക്ഷിക്കുന്നത് നിനക്ക് ഉചിതമല്ല. ഇവനെ സംഹരിക്കുക എന്ന് പറയുകയാണ്. ബാലകന്മാർ, രാത്രി സമയം ഉറങ്ങുന്നവർ, ഈ 3 വിശേഷണങ്ങളും വധിച്ചതിൻ്റെ കാഠിന്യത്തെ കാണിക്കുകയാണ്. അത്രയ്ക്കും അധമമായിട്ടുള്ള പ്രവൃത്തിയാണ് ഉറങ്ങുന്നവരെ വധിക്കുന്നത്. അത് എത്ര വലിയ ശത്രുവായാൽ പോലും അവൻ ഉറങ്ങുമ്പോൾ അവനെ വധിക്കാൻ പാടില്ല എന്നതാണ് നിയമം. അതേമാതിരി രാത്രി സമയത്തും വധിക്കാൻ പാടില്ല. രാത്രി സമയത്ത് വധിക്കുന്നത് തെറ്റാണ്. കുട്ടികളെ വധിക്കുന്നത് ഒരു കാരണം കൊണ്ടും സമ്മതിക്കാൻ പറ്റാത്തതാണ്. എന്തുതന്നെ അപരാധം ചെയ്താലും കുട്ടികളെ ശിക്ഷ കൊടുത്ത് നന്മയാക്കുക അല്ലാതെ അവരെ വധിക്കാൻ പാടില്ല. അങ്ങനെ ഉള്ള കുട്ടികളെ രാത്രി സമയത്ത് ഉറങ്ങിക്കിടക്കുമ്പോൾ വധിച്ച ഈ അശ്വത്ഥാമാവ് ഏറ്റവും അധമനാണ്. അങ്ങനെയുള്ള അശ്വത്ഥാമാവിനെ രക്ഷിക്കുവാൻ നീ അർഹനല്ല, നീ രക്ഷിക്കാൻ പാടില്ല, നീ അവനെ വധിച്ചു കളഞ്ഞാലും എന്ന് ഭഗവാൻ അർജുനനോട് വീണ്ടും കോപിച്ചുകൊണ്ട്, വളരെയേറെ കോപത്തോടു കൂടി പറഞ്ഞു എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത്. ഇതെന്നാൽ കയറുകൊണ്ട് കെട്ടി വരിഞ്ഞു കെട്ടി കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ അപ്രകാരം അത് അർജുനനെ പരീക്ഷിക്കുക, അർജുനൻ്റെ ധർമ്മബോധത്തെ എപ്രകാരം ധർമ്മബോധമുണ്ട് അർജുനന് എന്നുള്ളത് മനസ്സിലാക്കുവാൻ കൂടിയാണ് ഭഗവാൻ ഇപ്രകാരം പറയുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. മൈനം പ്രാർത്ഥാർഹസിത്രാതും ബ്രഹ്മബന്ധുമിമം ജഹി യോസാവനാഗസുപ്താൻ അവധീന്യശിബാലകാൻ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ തൃക്കാൽക്കൽ ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.